അത് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. അത് തള്ളിക്കളഞ്ഞ് ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായതായി. കുഴപ്പമൊന്നുമില്ല. 28 പേരുണ്ട്, ഞങ്ങൾ 28 പേരുണ്ട് പാസ്സാക്കാൻ. അവർക്ക് അതിന് തയ്യാറ്. ഞാൻ ആവുന്നത് പറഞ്ഞു, മീറ്റിംഗിൽ ഇരിക്കൂ സംസാരിക്കാമെന്ന് ആവുന്നത് പറഞ്ഞു. അവർ കേൾക്കാത്തത് കൊണ്ട് അവതരിപ്പിക്കുക പോലും ഉണ്ടായിട്ടില്ല. അജണ്ട വായിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അവരോട് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നില്ലല്ലോ അവര്. അപ്പൊ ഞങ്ങൾ അജണ്ട പാസ്സായതായി പ്രഖ്യാപിച്ചു. വലിയൊരു അതിക്രമോ? മുടി പിടിച്ച് വലിക്കുക. നടപടി എടുക്കാതെ പറ്റില്ല, മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. കാരണം ബാക്കിൽ വന്ന 2 CPM-ന്റെയും മുസ്ലിം ലീഗിന്റെ ആളെ എന്നെ മുടി പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതിന് നടപടി എടുക്കുക തന്നെ വേണം. വലിയൊരു അക്രമം. ഈ പ്രശ്നം പരിഹരിക്കാനില്ല. അജണ്ട പാസ്സായതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നവുമില്ല. ഹെഡ്ഗവർണറുടെ പേരിൽ തന്നെ ആ സ്ഥാപനം അവിടെ തുടരും. പ്രശ്നം പരിഹരിക്കാനില്ല. ഇതില് ഒരു പ്രശ്നമില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അവിടെ ആര് പേരിടണമെന്നുള്ളത്. അതൊന്നും കൗൺസിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്. ഞങ്ങൾ ഭൂരിപക്ഷ കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവറുടെ പേര് തന്നെ ഇടും അതിൽ. അത് ആരുണ്ടാക്കി? UDF LDF കൂടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. അത് ജനങ്ങൾ തിരിച്ചറിയട്ടെ. ജനങ്ങൾ തിരിച്ചറിയണം. ഇവിടുത്തെ പാലക്കാടൻ ജനത തിരിച്ചറിയണം ഇത്. കാരണം ഒരു ഡോക്ടർ ഹെഡ്ഗേവറുടെ പേര്, അദ്ദേഹം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് BJP ഭരിക്കുന്ന ഒരു നഗരസഭ പേരിട്ടു എന്നതിന്റെ പേരിൽ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ജനം തിരിച്ചറിയുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പാലക്കാട് നഗരസഭ സ്ഥലം കൊടുത്തു എന്നേ ഉള്ളൂ. അത് CSR ഷെയർ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് പേര് ഡോക്ടർ ഹെഡ്ഗേവറുടെ പേര് തന്നെ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനികളുടെ പേര് മാത്രമാണ് അവിടെ ഇട്ടിരിക്കുന്നത്. പല പേരുകളും ഉയർന്നു വന്നിട്ടില്ലേ? CPM ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് എന്തെല്ലാം പേരുകൾ ഇടുന്നുണ്ട്. UDF-ന്റെ കാലത്ത് എന്തൊക്കെ പേരുകൾ ഇട്ടിട്ടുണ്ട്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നുണ്ടെങ്കിൽ, BJP ഭരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഹെഡ്ഗേവറുടെ പേരിൽ തന്നെ ആ ബഡ്സ് സ്കൂള്, ആ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അല്ല, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ മാത്രമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പേരുകൾ ഒരുപാട് പരിശോധിക്കേണ്ടി വരും. ഇവിടെ അത്തരത്തിലുള്ള പേരുകളെല്ലാം മാറ്റേണ്ടി വരും.